ശുഭ നായർ വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഇപ്പോൾ രാത്രിയായി കേട്ടോ. ഇപ്പം ഒരു 6 മണിയാകുമ്പോഴേക്കും ഇരുട്ടും അല്ലേ, രാവിലെ ഒരു 5 മണിയാകുമ്പോഴേക്കും നേരം വെളുക്കുകയും ചെയ്യും അല്ലേ. ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ചെറിയൊരു തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ മഴയൊന്നുമില്ല. നമ്മുടെ നവംബർ ഡിസംബർ മാസങ്ങളിലേക്ക് നമ്മൾ കടക്കുവാണ്. അതായത് മഞ്ഞുകാലം. ഈ ഒരു സീസണിൽ നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ സംരക്ഷിക്കണം. ഒരു മാസം മുമ്പേ ഞാൻ ഇതിനുള്ള കാര്യങ്ങൾ നിങ്ങൾക്കായി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള ഫേഷ്യലും കാര്യങ്ങളുമാണ് നമ്മൾ സ്കിന്നിലിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സീസണിൽ ഞാൻ കുറേ ദിവസമായിട്ട് കാണിക്കണം എന്ന് കരുതിയിരിക്കുക. നമ്മുടെ ഓയിലൊക്കെ തേച്ചിട്ട് മുഖം നല്ല ഗ്ലോ ആക്കി നമ്മൾ വെച്ചിരിക്കുവാണ്. ഓയിലൊക്കെ തേച്ച് നമ്മുടെ മുഖം നല്ല ഗ്ലോ ഒക്കെ ആക്കി തന്നെ വെച്ചിരിക്കുവാണ്. എങ്കിലും ഓയിൽ വാങ്ങിക്കാത്തവരും ഓയിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ എല്ലാവരുടെ മുഖവും ഒരുപോലെ ഗ്ലോയും നല്ല കളറും ഒന്നും ഓയിൽ തേച്ച് തുടങ്ങിയിട്ടുള്ളവരും ഒക്കെ ഉള്ളവർക്ക് ഞാൻ ഈ പറയുന്ന ഈ ഒരു ഫേഷ്യലെന്നോ പായ്ക്കെന്നോ ഒക്കെ നിങ്ങൾക്ക് പറയാം കേട്ടോ. ഞാൻ ഇന്നിവിടെ കൊണ്ടുവരുന്നത് നമ്മുടെ ഓറഞ്ചാണ് കേട്ടോ. ഓറഞ്ച് പീൽ പൗഡറിനെ, ഓറഞ്ച് തൊലി ഉണക്കി പൊടിച്ചുള്ള ഓറഞ്ച് പീൽ പൗഡറിനെ പറ്റി, അതിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഒത്തിരി പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഓറഞ്ച് പീൽ പൗഡർ ഇട്ട് മുഖത്ത് ഓരോന്നെല്ലാം ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. ഒരുപാട് വൈറ്റമിൻ നമ്മൾ തൊലി ഇങ്ങനെ പൊളിച്ച് ഓറഞ്ചിനെക്കാട്ടിലും ഗുണമാണ്. നിറയെ വൈറ്റമിൻസ് ഉണ്ട് ഈ തൊലിയിൽ. അപ്പോൾ ഇത് ആരും കളയരുത്. ഇപ്പോൾ ഓറഞ്ചിൻ്റെ സീസണാണ്, ഓറഞ്ചിൻ്റെ വില കുറവാണ്. സീസണൽ ഫ്രൂട്ട്സ് വാങ്ങിച്ച് ഇഷ്ടം പോലെ കഴിച്ചോണം എല്ലാവരും കേട്ടോ. ഞാൻ എപ്പോഴും അത് പറയുന്ന കാര്യമാണ്. ഓറഞ്ചിൻ്റെ സീസൺ വരുമ്പോൾ ഓറഞ്ച് ഇഷ്ടം പോലെ കഴിക്കണം. ആപ്പിളിൻ്റെ സീസൺ വരുമ്പോൾ, അതായത് ആപ്പിളിന് കുറച്ച് വില കുറവ്, ആപ്പിൾ ഇഷ്ടം പോലെ വാങ്ങിച്ച് കഴിച്ചോണം. എനിക്ക് ഫ്രൂട്ട്സ് കഴിക്കുന്നതിനോടാണ് താല്പര്യം കേട്ടോ. എനിക്ക് ബേക്കറി ഐറ്റംസ് ഒന്നും കണ്ണിന് കാണരുത്. സത്യം ഞാൻ പറയുമല്ലോ. പക്ഷേ ഇവിടെ എൻ്റെ കൂടെ ഉള്ളവർക്ക് അങ്ങനെയല്ല കേട്ടോ. എല്ലാവർക്കും ബേക്കറി സാധനം വലിയ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് അതിനോട് ഭയങ്കര വെറുപ്പാണ്. കൊച്ചിലെ ഒരുപാട് എൻ്റെ അച്ഛൻ തീറ്റിച്ചിട്ടുണ്ട്. തീറ്റിച്ച് സാലറി കിട്ടുന്ന ദിവസമൊക്കെ ഇഷ്ടം പോലെ ബേക്കറി ഐറ്റംസ് ആണ് വാങ്ങിച്ചുകൊണ്ട് തീറ്റിച്ചിരിച്ച് ഇങ്ങനെ വണ്ണമായി. പിന്നെ അതിൽ കൊളസ്ട്രോളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ആ ഒരു ഇത് കൊണ്ടാണ് എന്താണെന്നറിയില്ല. എനിക്ക് എന്തായാലും അതിനോട് എനിക്കിഷ്ടമില്ല. പക്ഷേ എനിക്ക് ഫ്രൂട്ട്സ് എവിടെ കണ്ടാലും എനിക്കിഷ്ടമാണ്. എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഫ്രൂട്ട്സ്. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോകുക അങ്ങനെയൊക്കെ ചെയ്യണം, ഞാൻ ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കും കേട്ടോ. അപ്പം ഇന്ന് ഞാൻ എന്തോ സൗണ്ട് കേൾക്കുന്ന ഇന്ന് ഞാൻ ഓറഞ്ച് വാങ്ങിച്ചപ്പോൾ വിചാരിച്ച് ഒരെണ്ണം എടുത്ത് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ഒന്ന് കാണിക്കാമെന്ന് ഞാൻ കരുതി കേട്ടോ. അപ്പം ഓറഞ്ച് നമ്മളിങ്ങനെ നടുവേ ഇങ്ങനെ മുറിക്കില്ല, ഇങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഇത് കണ്ടോ, ഇപ്പം ഇങ്ങനെ 2 പീസായിട്ട് ഇതിലെല്ലാം ഒഴുകുക. അപ്പം ഈ ഒരു പീസ് മാത്രം മതി നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കാൻ, നമ്മുടെ സ്കിന്നിനെ കളർ വയ്ക്കാൻ. നിങ്ങൾ എപ്പോഴും പറയും എന്ത് ചെയ്താലും കളർ വയ്ക്കാനെന്ന് പറയുന്നത്, അങ്ങനെ ഓർക്കുന്നില്ലേ? പക്ഷേ കളർ വയ്ക്കാനും മുഖത്തെ കറുത്തപാട് മാറാനും മുഖത്തെ ഡ്രൈനെസ് മാറാനുമാണ്. അത്രയും കാര്യങ്ങൾ ഇല്ലാതായാൽ മുഖം നല്ല സൂപ്പറായിട്ടിരിക്കും. മുഖം നല്ല ഗ്ലോ നല്ല തിളങ്ങിയിരിക്കും. അപ്പോൾ ആ 3 കാര്യങ്ങൾ മാറ്റാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് എപ്പോഴും ഞാൻ പറഞ്ഞു തരുന്നത്. ഈ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഇത് നിറയെ വൈറ്റമിൻ സി ആണ്. നമ്മൾ വൈറ്റമിൻ സി സിറം മുഖത്ത് വാങ്ങിച്ച് അപ്ലൈ ചെയ്യുന്നില്ലേ പലരും? അത് അപ്ലൈ ചെയ്യുന്നത് അതെന്താണ്? അത് ഈ സാധനമാണ് വൈറ്റമിൻ സിയുടെ കലവറയാണ് ഓറഞ്ച്. അപ്പോൾ നമുക്കൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ നമുക്ക് ചെയ്തുകൊണ്ട് പറഞ്ഞു പോകാം. ഇത് കണ്ടോ, ഇടയ്ക്ക് ഇങ്ങനെ മസാജ് ചെയ്യുന്നതോടൊപ്പം തന്നെ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ നീര് ഫുള്ള് ഞാനൊരു ടർക്കി എടുത്തുകൊണ്ട് വരട്ടെ, എൻ്റെ നല്ല ചുരിദാർ. അപ്പോൾ ഒരു ടർക്കിയൊക്കെ എടുത്ത് ഇങ്ങനെ ഒന്ന് ആക്കി കേട്ടോ. ഇത് ഓറഞ്ച് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ നീര് കറയാവാം. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് നമ്മളൊന്ന് മസാജ് ചെയ്യുക. ചുണ്ടയിലെ ഓറഞ്ച് നമ്മുടെ ചുണ്ടയിലും നമുക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് കണ്ടോ, നല്ല പോലെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേനും ഇതിൻ്റെ നീര് ഫുള്ള് നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ആകും. അങ്ങനെ ആയിരിക്കണം. നമ്മൾ ഇതിൻ്റെ പകുതി ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് എൻ്റെ മക്കളുടെ മുഖത്ത് തേച്ച് കൊടുക്കണം. ഞാൻ എന്തെങ്കിലും തേച്ച് കൊടുത്താലേ ഉള്ളൂ അതുങ്ങൾ തേക്കത്തുള്ളൂ. അല്ലാതെ സ്വയമായിട്ടൊന്നും അങ്ങനെ എടുത്ത് പറഞ്ഞാലും ചെയ്യില്ല. എൻ്റെ പാർലറിൽ വരുന്നവരും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ പറയും ശുഭയുടെ മക്കളുടെ ഭാഗ്യമെന്ന്. പക്ഷേ ഇതുങ്ങൾ ഒരു ഒന്നും ഞാനിതുപോലെ എന്തെങ്കിലുമൊക്കെ ദേഷ്യപ്പെട്ട് ചെയ്യാൻ പറഞ്ഞു കൊടുത്താൽ ചെയ്യും. ഓറഞ്ചിൻ്റെ അത് വായിലോട്ടെല്ലാം ഇറങ്ങിപ്പോയി കണ്ടോ. നമ്മൾക്ക് ഇതും കൊണ്ട് എന്താ ഗുണമെന്ന് ചോദിച്ചാൽ ഞാനങ്ങ് എന്തിനാ കളയെന്ന് ഓർത്ത് ഞാനങ്ങ് വിഴുങ്ങി കേട്ടോ. മുഖത്ത് മേക്കപ്പും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. മുഖം നന്നായിട്ട് വാഷ് ചെയ്തിട്ടാണ് ഇരുന്നത്. നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ എന്താ കണ്ടോ, ഇതുപോലെയായി. അതായത് കുറേ അതിൻ്റെ ജ്യൂസ് എല്ലാം നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബായി
ഇനി നമുക്കിതാ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കണേ. ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ അത് കണ്ടോ, ഫുള്ള് ജ്യൂസ് നമുക്ക് ആദ്യമേ ഒന്ന് ഇതേപോലെ ഇങ്ങനത്തെ രീതിയിൽ മസാജ് ചെയ്യണം. കുറേ കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതാ ഇങ്ങനെ മസാജ് ചെയ്യണം കേട്ടോ. എന്നാലേ ഉള്ളൂ നമ്മുടെ സ്കിന്നിലേക്ക് ഫുള്ളായിട്ടും അതിൻ്റെ നീര് ഫുള്ളായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് വരത്തുള്ളൂ കേട്ടോ. അപ്പം ഓറഞ്ച്, അയ്യോ കയ്യിൽ ഓറഞ്ച് ഇല്ലല്ലോ, ഇന്നത്തെ വീഡിയോ എങ്ങനെ ചെയ്യും എന്നൊന്നും വിഷമിക്കണ്ട. നമുക്ക് ഈ ഒരു ഓറഞ്ചിൻ്റെ ഈ ഒരു ഇങ്ങനെ തേച്ചിട്ട് ഉള്ള ഗുണമുണ്ടല്ലോ, നമുക്ക് എന്നും ചെയ്യാൻ പറ്റിയ ഒരു ഇതാകട്ടോ ഓറഞ്ച്. പിന്നെ നമ്മുടെ തക്കാളി ഇത് കണ്ടോ, ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ഫുള്ള് ഇങ്ങ് പോരും. ഇതിൻ്റെ ഫുള്ള് ഇത് കണ്ടോ ഉള്ളത് ഇതുപോലെ അങ്ങ് പോയി. നമുക്ക് ഇതിൻ്റെ ഇങ്ങനെ വന്നത് ഈ ജ്യൂസ് ഇങ്ങനെ ഒന്ന് കുറച്ച് പിഴിഞ്ഞ് കയ്യിലെടുത്തിട്ട് ഒരു മസാജ് കൊടുക്കാം. ഇത് കണ്ടോ ഉള്ള ജ്യൂസ് ഇങ്ങനെ ഫുള്ള് ഞാൻ പിഴിഞ്ഞെടുത്തു. ഇനി ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ആക്കിയിട്ട് ഒരു മസാജും കൂടെ. എന്നിട്ട് ഈ ഉടനെ ഒന്നും കഴുകി കളയല്ലേ, എല്ലാവരും ഒരു 10-15 മിനിറ്റ് നേരം. ചിലരെന്നോട് ചോദിക്കും, ശുഭേ ഓയിൽ എത്ര നേരം വെച്ചുകൊണ്ടിരിക്കണം എന്ന് ചോദിക്കും. നന്നായിട്ട് കരിമംഗല്യമുണ്ട്, ഓയിൽ എത്ര നേരം വെച്ചുകൊണ്ടിരിക്കണം ശുഭേ? ഒരു മണിക്കൂർ വെച്ചുകൊണ്ടിരിക്കണമെന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഞാൻ അരമണിക്കൂർ, അങ്ങേറ്റം പോയാൽ 3/4 മണിക്കൂറാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എന്ത് സാധനമാണേലും എന്ത് മുഖത്തിട്ടാലും ഒരു 20 മിനിറ്റ് മാത്രമേ മുഖത്തേക്ക് അത് അബ്സോർബ് ആകാനുള്ള ടൈം. ആ 20 മിനിറ്റിനുള്ളിൽ നമ്മുടെ മുഖത്തേക്ക് അതിൻ്റെ ജ്യൂസ് ഫുൾ അബ്സോർബ് ആകും. അത് കഴിഞ്ഞ് വെച്ചുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യവും ഇല്ല. പിന്നെ ഓയിലായതും കൊണ്ട് ഒരു 10 മിനിറ്റും കൂടെ ഇതിനു വേണ്ടി നമ്മുടെ മുഖത്ത് ഇരിക്കട്ടെ എന്ന് വിചാരിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നാലും ഒരു 1/4 മണിക്കൂർ അതിൽ കൂടുതൽ ഒട്ടും നമ്മുടെ മുഖത്ത് വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇരുന്നിട്ട് കാര്യവുമില്ല. പായ്ക്കുകളൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് നനച്ച് കൊടുത്തിട്ട് വേണമെങ്കിൽ ഒരു 10 മിനിറ്റും കൂടെ വയ്ക്കാം. ഇതുപോലുള്ള കാര്യങ്ങൾ, ഓറഞ്ച് ജ്യൂസ്, തക്കാളി ജ്യൂസ്, ഇതൊക്കെ ഒരു 20 മിനിറ്റ് മാത്രം മുഖത്ത് വെച്ചിരുന്നാലേ മതി. കാരണം ആ ഒരു സമയത്തിനുള്ളിൽ മുഖത്തെ സ്കിന്നിലേക്ക് നല്ലപോലെ അബ്സോർബ് ആകും. നമ്മുടെ ഓറഞ്ച് ജ്യൂസ് നമ്മുടെ സ്കിന്നിൽ ഇട്ട് കൊടുത്താൽ നല്ല സൂപ്പറാകട്ടോ. കുറച്ച് നമുക്ക് ഇത് 20 മിനിറ്റ് കഴിഞ്ഞ് തണുത്ത വെള്ളത്തിൽ നല്ലപോലെ വാഷ് ചെയ്ത് പിന്നെ ഇതിൻ്റെ പുറത്തൊരു പായ്ക്കോ ഒന്നും ഇടണ്ട. കാര്യം നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ ഈ ഓറഞ്ച് വേണമെങ്കിൽ സ്ക്രബായിട്ട് ഇങ്ങനെ ആദ്യം നമ്മൾ സ്ക്രബൊക്കെ ചെയ്തിട്ട് ഒത്തിരി നാളായെങ്കിൽ ഇതിനകത്തോട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്തും കൊടുക്കാം. ഇതിപ്പം ഞാൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്ക്രബും ഇതൊക്കെ ചെയ്യുന്നതല്ലേ, അതുകൊണ്ട് ബാങ്ക് വിളിക്കുന്ന. ഞാൻ ഇനി 20 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്തിട്ട് വരാം. 20 മിനിറ്റ് കഴിഞ്ഞ് പായ്ക്കൊന്നും ഇടുന്ന പോലെയല്ല, നമ്മുടെ ഓറഞ്ചിൻ്റെ ആ ഒരു വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നിലേക്ക് നല്ലപോലെ അബ്സോർബായിട്ട് നമുക്ക് പെട്ടെന്നൊരു വലിയ അങ്ങോട്ട് ഭയങ്കര ഒരു കളറെന്നല്ല ഉദ്ദേശിക്കുന്നത്, ഒരു ഗ്ലോ വരും. ആ ഗ്ലോ വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ആവശ്യമുള്ള കാര്യമാണ്. ചുളിവ് വരാതിരിക്കാൻ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നല്ലതാണ് വൈറ്റമിൻ സി. അപ്പം ഓറഞ്ച് കണ്ടാൽ ആരും വിടരുത്. ഉള്ളിലേക്ക് കഴിക്കുന്ന പോലെ തന്നെ ഓരോ ഓറഞ്ച് കിട്ടിയാലും അരമുറി കഴിച്ചിട്ട് അരമുറി മുഖത്ത് മസാജ് ചെയ്തോണം കേട്ടോ. ശുഭ പറയുന്നതാണ്, എല്ലാവരും ഇതനുസരിച്ചോണം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിന്നിനെ നല്ല സോഫ്റ്റ് ആക്കാനും സ്കിന്നിന് ചുളിവുകൾ വരാനും സ്കിൻ എപ്പോഴും യങ്ങായിട്ടിരിക്കാനും ഉള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പോൾ നമ്മുടെ സീസൺ അറിയാമല്ലോ, മഞ്ഞുകാലം തുടങ്ങിയിട്ടുണ്ട്. തണുപ്പും കാര്യങ്ങളൊന്നും ഇല്ല, എങ്കിലും നവംബർ ഡിസംബർ ആ ഒരു സമയമാണല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇടയ്ക്ക് ചെയ്യണം. നമ്മുടെ ഓയിൽ മുടങ്ങാതെ അപ്ലൈ ചെയ്തോണം. അപ്പം ഓയിലിന് ഇപ്പം എന്നോട് ഇന്ന് ഒരു ചേച്ചി ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ഓയിലിൻ്റെ ഇന്നൊരു ചേച്ചി എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, ശുഭേ കരിമംഗല്യം നന്നായിട്ട് മാറിയിട്ടുണ്ട്, എനിക്ക് നല്ല മാറ്റമുണ്ട്, എനിക്കിനി 1 മാസം കൂടെ തേച്ചാൽ പൂർണ്ണമായിട്ട് മാറും എന്ന് ഉറപ്പുണ്ട്, അത് കഴിഞ്ഞിട്ട് ശുഭയ്ക്ക് ഞാൻ ഫോട്ടോ ഇട്ട് തരുന്നുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ എല്ലാവരെയും കാണിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഉറപ്പായിട്ടും കാണിച്ചു, ഞാൻ പഴയ മുഖം എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ചേച്ചി 2 മാസമായതേ ഉള്ളൂ തേക്കാൻ തുടങ്ങിയിട്ട്. ആ 2 മാസം രാവിലെയും വൈകിട്ടും നന്നായിട്ട് തേച്ച് ഞാൻ പറയുന്ന പോലെ മസാജ് ചെയ്ത് പയറുപൊടിയിട്ട് തന്നെയാണ് കഴുകി കളയുന്നതെന്ന് പറഞ്ഞു.
പറഞ്ഞു. ഭയങ്കര ഹാപ്പിയാണ്. 2 ഓയിലും കൂടി ഇന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് കുടിക്കുവാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല ശുഭേ, ഞാൻ നന്നായിട്ട് തേച്ച് മസാജ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞാൽ കേട്ടോ, ഒരു സന്തോഷം കൊണ്ട് പറഞ്ഞാൽ കേട്ടോ എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങളെയും കൂടെ ആ ഒരു മുഖം ഫുള്ള് കരിമകല് മാറിയിട്ട് കാണിക്കാം കേട്ടോ. എന്നെ കാണിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒത്തിരി 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 എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ. എൻ്റെ ഒരു ഓയിലും കൊണ്ട് ഇത്രയും ജനങ്ങൾക്ക് ഒരുപാട് കാലം വിഷമിച്ചിരുന്ന ആ ഒരു ഇത് മാറിയെന്ന് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷം. ചിലർ പറയുന്ന ശുഭ എക്സ്പെൻസീവായ ഒരുപാട് ഓയിൽമെൻറ്റുകൾ ഡോക്ടേഴ്സ് പറഞ്ഞിട്ട് തേച്ചായിരുന്നു, പക്ഷേ ശുഭയുടെ ഓയിലും കൊണ്ട് മങ്ങി മങ്ങി മാറി മാറി വരുമ്പോൾ ഭയങ്കര ഹാപ്പിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും എനിക്കിങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് തന്നെ ഒരു സ്വയം അഭിമാനമുണ്ട് കേട്ടോ, സത്യം ഞാൻ പറയുക. അപ്പോൾ ഓറഞ്ചിൻ്റെ ഇത് എല്ലാവരും ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആകാറായില്ല, ഇവിടെ ഒരു 12 ആകും കിടക്കുമ്പോൾ. എങ്കിലും ഞാനിപ്പോൾ വീഡിയോ നിർത്തുവാണ്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.